മോളെ സൂസന്റെ അമ്മോ. അയ്യോ, കല്യാണത്തിന് കണ്ടപ്പോ ഒരുപാട് മാലയും വളയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എന്ത് ചെയ്യേ? അത് അമ്മച്ചിയുടെ ആയി കൊടുത്തു. ആണോ? എന്നൊരു കാര്യം ചെയ്യും, മോളും എല്ലാം കൂടെ ഊരി അപ്പച്ചനെടാ. അപ്പച്ചൻ സൂക്ഷിച്ചു വെച്ചേക്കാം. പിന്നെ തരാവേ. പിന്നെ ഇവിടെ കള്ളന്മാരെ ശല്യമുണ്ട്. ഊരി ഊരി. വേണ കെട്ടുതാലി എടുക്കണ്ട, അത് ദോഷവാ. അതവിടെ കിടന്നോട്ടെ. അപ്പച്ചൻ വെച്ചിട്ട് വരാം. എന്താ മുഖം വല്ലാതിരിക്കുന്നത്? ആഭരണങ്ങളെല്ലാം അപ്പച്ചൻ ഊരി വാങ്ങിയതുകൊണ്ടാണോ? അതൊന്നുമല്ല. എന്നാ സൂസന് പോയി പാലെടുത്തോണ്ട് വാ. അമ്മച്ചി എടുത്തു വെച്ചിട്ടുണ്ട്. സൂസന, എനിക്കറിയാം, ഞാൻ ഒരിക്കലും സൂസനയ്ക്ക് യോജിച്ചവനല്ല. ഡൽഹി പഠിച്ച പെണ്ണ്, എല്ലാ സുഖ സൗകര്യത്തോടും കൂടി വളർന്നവൾ. പക്ഷേ ഞാൻ അങ്ങനെയല്ല, വെറും 8ാം ക്ലാസ്, ഒരു കവലച്ചട്ടമ്പി. അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് സണ്ണിച്ചായനെ ഇഷ്ടമാണ്. സൂസനെ പോലൊരു പെണ്ണിന് എങ്ങനെ ഈ വീട്ടിൽ കഴിയാൻ സാധിക്കുമെന്നറിയില്ല. അത്രയ്ക്ക് വൃത്തികെട്ട സ്വഭാവ അപ്പന്റെ. സാരമില്ല സണ്ണിച്ചായ, ഞാനത് അറിഞ്ഞു പെരുമാറിക്കോളാം. എന്താ ചെയ്യാ, ഞങ്ങളെ വളർത്തിയത് അങ്ങനെയായിപ്പോയി. ഇഷ്ടപ്പെടാത്തത് കണ്ട ചുട്ട മറുപടി കൊടുക്കണം. അത് ചട്ടമ്പിത്തരമാണെങ്കിൽ അങ്ങനെയുള്ള ചട്ടമ്പിയെ എനിക്കിഷ്ടമാണെന്ന് കൂട്ടിക്കോ. സൂസനയുടെ കയ്യിൽ ഇത്ര പരുക്കനായിരിക്കുന്നത്? അത് മാർക്കറ്റ്. എന്താ നീ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല, വർത്താനം പറഞ്ഞിരിക്കായിരുന്നു. ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കിടക്ക. കറണ്ട് ബില്ല് താങ്ങാൻ പറ്റത്തില്ല മോനെ. ആ ബില്ല് കണ്ട് വല്ല രോഗവും വന്ന് പെട്ടാ അത് പിന്നെയും ചെലവാ. പിന്നെ പള്ളിവാതുക്ക തറവാട്ടിൽ പെട്ടെന്നൊരു കുഞ്ഞിക്കേട് കാണണമെന്ന് വലിയ മോഹമൊന്നുമില്ല. അതിന്റെ തഞ്ചത്തിന് അതൊക്കെ നോക്കിയും കണ്ടും ഒരു അതിന്റെ മട്ടും മാരിയും ഒക്കെ മനസ്സിലാക്കി ചെലവുണ്ടാക്കി വെക്കരുത്. ഉറങ്ങിക്കോ. കണ്ണിക്കുട്ടി എഴുന്നേറ്റ മോളെ. കുളിക്കാണ് അമ്മച്ചി. ഇനി ഇതൊക്കെ ഞാൻ ചെയ്തോളാം. അമ്മച്ചി അനങ്ങാതിരുന്നാ മതി. വേണ്ട മോളെ, മോക്കതൊന്നും ശീലം ഉണ്ടാവില്ല. ആരാ പറഞ്ഞത്? നല്ല ഒന്നാന്തരം കപ്പയും മീൻകറിയും എനിക്കുണ്ടാക്കാൻ അറിയാം. അയ്യോ ചേർത്തി ചതിക്കല്ലേ, ഇതൊക്കെ കഴിച്ച് മടുത്തിരിക്കുക. നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ ചേർത്തി ഉണ്ടാക്കേണ്ട കണ്ട് പഠിക്കാനിരിക്കാ ഞാൻ. നൂഡിൽസാ? ഓ നൂഡിൽസ്. ആലീസിനൊന്ന് കോളേജില്ലേ? ഉണ്ട്, പോണോന്ന് വിചാരിക്കാം. അവള് വർത്തമാനം തുടങ്ങിയ നിർത്തില്ല. മോളി ചായ കൊണ്ട് സണ്ണിക്ക് കൂടെ ചെല്ലേ. നിന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങിക്കുടിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞത്. എന്താ താമസിച്ച്? അമ്മച്ചിയായി സംസാരിക്കായിരുന്നു. എന്ത് നല്ല അമ്മച്ചി. ഈ ചട്ടമ്പികളെയൊക്കെ അവരെ പ്രസവിച്ചെന്ന് പറയില്ല. അപ്പൊ അത് ശരി. ഇപ്പൊ എന്നേക്കാ കാര്യം അമ്മച്ചിയോടെ ആയല്ലേ? എനിക്കൊരു നല്ല അമ്മച്ചിയെ കിട്ടിയ സന്തോഷമാ. എന്താണ് ഇവളെയും കെട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ ഇരിക്കാൻ പോവാണോ? ഇറങ്ങാൻ നോക്കണ. നമുക്ക് ചന്തയിൽ പോണം. ചന്തയിൽ ഇപ്പൊ കാശ് കൊടുക്കുന്നതേ അവനാ, ആ ധർമ്മൻ. നമ്മുടെ അടുത്തുനിന്ന് ഇനി ആരെങ്കിലും കാശ് പഠിക്കുമെന്ന് അവിടെ ചെന്നാലേ അറിയൂ. അവ കൊടുത്താലല്ലേ വാങ്ങൂ. ഇനി അവൻ വാഴപ്പള്ളിച്ചന്റെ കാലുകുത്തിയാൽ ഈ പള്ളിവാതുക്ക തറവാട്ടിൽ ആണുങ്ങളില്ല. അപ്പച്ചാ, അവന്റെ പിന്നിൽ ആളുകളുണ്ട്. ആണും പെണ്ണും കെട്ട വർത്താനം പറയാതെ ഇറങ്ങാൻ നോക്കണ. ഇന്നലെ കെട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. സണ്ണിയെ കൊണ്ടുപോണോ? കെട്ട് കഴിഞ്ഞാൽ എന്താ, അവൻ അടയിരിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഇറങ്ങാ. ഞാൻ ഇതുവരെ ഒന്നിനും എതിര് നിന്നിട്ടില്ല. ഇന്ന് സണ്ണിയെ തല്ലുണ്ടാക്കാൻ കൊണ്ടുപോകരുത്. ഇന്ന് അവർക്ക് വിരുന്നിന് പോണം. വിരുന്നും വെള്ളായ്മയൊന്നും വേണ്ട. ഇവിടെ മനുഷ്യൻ നാല് കാശുണ്ടാക്കാൻ നോക്കുമ്പോഴാ അവിടെ ഒരു വിരുന്ന്. സൂസനയ്ക്ക് ഇതൊന്നും ശീലം ഉണ്ടാവില്ല. നീ എന്തിനാടാ സണ്ണി പാവം ഈ പെണ്ണിനെ വിഷമിപ്പിക്കുന്നത്? ശരിയാ, ഇച്ചാൻ ഇന്ന് പോവണ്ട. ഇതെന്താ വനിതാ വാർഡോ?
അടുക്കളയിൽ പോയി അരി വെക്കാൻ നോക്ക് പോടി. വെറുതെ തൊമ്മിച്ചനെ മോശമാക്കല്ലേ. സണ്ണി, സൂസന്നയുടെ അപ്പനറിഞ്ഞ മോശ. ഞാനാ പറഞ്ഞത്, നീ ഇന്ന് പോവരുത്. ഇറങ്ങണം കേട്ടോളെ, നീയാണ് തീരുമാനിക്കുന്നത്. അടിക്കാൻ അപ്പച്ചൻ എന്തായി കാണിക്കണേ? തങ്കക്കുടം പോലുള്ള ഈ അമ്മച്ചിയുടെ നേരെ എന്തിനാ കൈ വാങ്ങണേ? അതിന് മാത്രം ഇവരെന്താ പറഞ്ഞത്? എടി പെണ്ണെ, നീ ഇടപെടണ്ട. വെറുതെ കണാകുണ വർത്താനം പറഞ്ഞ് എന്റെ നേരെ വരരുത്. മരുമോളാന്നൊന്നും ഞാൻ നോക്കത്തില്ല. മോളൊന്നും പറയണ്ട, അങ്ങനെ വിടാൻ പറ്റില്ല. കുറെ നേരമായല്ലോ ഇയാള് പെണ്ണുങ്ങളുടെ നേരെ മെക്കിട്ട് കയറാൻ തുടങ്ങിയിട്ട്. എന്താണ് നീ പറഞ്ഞേ? ഇയാളെന്നോ? ഇതേ ഡൽഹിയും പൂനെയൊന്നും അല്ല, പള്ളിവാതിക്കെ തൊമ്മിച്ചെന്റെ തറവാടാ. നീ ഏത് മറ്റവന്റെ മോളാണെങ്കിലും അടിക്കാൻ ചെപ്പക്കുരി ചേർത്ത് കളയും. താനോലത്ത് ഈ പാവ അമ്മച്ചിയുടെ അടുത്ത് കാണിക്കണ പോലെ എന്റെ നേരെ കാണിച്ചാലുണ്ടല്ല. സൂസന്നെ, നീ അപ്പച്ചനോട് സംസാരിക്കരുത്. ചേട്ടത്തിയാണെന്ന് ഞാൻ നോക്കത്തില്ല, പറഞ്ഞേക്കാം. എരണം കിട്ട വർത്താനം പറയാൻ വന്നത് ഞാനല്ല, നിങ്ങളുടെ അപ്പനാ. ഒന്നെ കൈവറ മോളെ, കൂന്നുകളെ ഞാൻ. എന്റെ കെട്ടിയന്റെ അല്ലാതെ മറ്റാരുടെയെങ്കിലും കൈ എന്റെ ദേഹത്ത് വീണ ഞാൻ ആരാന്നറിയും. നീ ആരാടി പുല്ലേ? ഞാൻ ആരാന്നാ? ചെറായി കടപ്പുറത്ത് പോയി അന്വേഷിച്ചു നോക്ക്, അപ്പ അറിയും കുടുംബ കത്രീന ആരാന്ന്. ചതിച്ചു. ആ തൊമ്മിച്ചനും മക്കളും വരുന്നുണ്ട്. എന്തിനാണെന്നോ? കുടുംബ കത്രീന അവളുടെ തനി സ്വഭാവം കാണിച്ചു. അവള് മുതലാളിയുടെ മകളല്ലെന്ന് തൊമ്മിച്ചൻ അറിഞ്ഞു. കർത്താവേ, സംഗതി ആ കുഴപ്പമായല്ലോ. നീ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പോ വരാം. സ്വർണം ഒട്ടി കഴിവറ മോനെ. ബുക്കുമണ്ടാൻ കാണിച്ച് തൊമ്മിനെ മക്കളെ പറ്റിച്ചല്ലടാ. അല്ല, പറ്റിച്ചതല്ല, ആ സ്വർണ്ണക്കടക്കാരന് അബദ്ധം പറ്റിയതായിരിക്കും. കത്രന്റെ തന്നെ മകളാണല്ലടാ. അല്ല അല്ല, ആണെന്ന് പറ മുതലാളി. ആണോ? ആണ്. ഇവരൊരുത്തര എന്റെ മോന്റെ ഭാവി നശിപ്പിച്ചത്. തൂക്കണോ? രക്ഷപ്പെട്ടു.
ഇവനെ കൊന്ന് കായലെറിയടാ. കത്രീന നിന്റെ മോള അല്ലടാ. വള്ളിവാൾക്കത്തൊന്നിച്ചനെ മക്കൾ ആരാടാ പള്ളിവാഴക്ക് തൊമ്മിച്ചനെയും മക്കളെയും തടഞ്ഞത്? ഞാൻ തരകൻ. ഉടുമ്പ് കത്രീന നിങ്ങളുടെ വീട്ടിലുണ്ടല്ലേ? എനിക്ക് അവളെ വേണം. ഞാൻ അവളെ കൊണ്ടുപോകും. ഉടുമ്പേ കഴിവേറി മോളെ ഇറങ്ങിയല്ലേ വീട്ടിൽ നിന്ന്. നിനക്കെന്റെ കെട്ടുകളായിട്ട് ഈ വീട്ടിൽ തന്നെ കഴിയണം അല്ലേടി? തള്ളി അവിടെ ഒന്നും ചെയ്യരുത്. വീട്ടിൽ ഇറങ്ങി പോകത്ത്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്റെ കഴുത്തി മിന്നി കെട്ടിയിട്ട് ഇറങ്ങണമെന്നാ? അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. എന്റെ മോളല്ലേ ഇത് കെട്ടിയത്? പള്ളിവാതിൽക്കാരെ കളിപ്പിച്ച് ഈ താലി വലിച്ച് പൊട്ടിക്കടാ. കർത്താവിന്റെ മുന്നിൽ വെച്ച് കെട്ടിയ മിന്ന ഇത് പൊട്ടിച്ച മീൻ വെട്ടിയ കയ്യാ നാറും. ഇനി എന്ത് നാറാനാടി? ഇവിടെ തൂക്കി വെളിയിൽ കളയടാ. എന്റെ ദേഹത്തെങ്ങാനും തൊട്ട അരിഞ്ഞാളെ ഞാൻ. ഇവിടുന്ന് ഞാൻ ഇറങ്ങണമെങ്കിൽ എന്റെ കെട്ടിയവനും എന്റെ കൂടെ ഉണ്ടാവണം. എന്താ എന്റെ കർത്താവേ, ഞാൻ എന്തീ കാണുന്നത്? വാക്കത്തി താഴെ. ഇത് ഉടുമ്പാ, ഉടുമ്പ് കത്രീന. പറഞ്ഞതുപോലെ ചെയ്യും. എന്റെ അടുത്തേക്ക് വരരുത്. മക്കളെ, ഇവളെ പുറത്താക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. പറ.